വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഗർ ഓഫ് സ്പീച്ച് അതിൻ്റെ ഡെഫിനിഷൻസും അതുപോലെ തന്നെ ടെക്സ്ച്വൽ അല്ലാത്ത കുറേ എക്സാമ്പിളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ടെക്സ്ച്വൽ എക്സസൈസിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് 1. ഓക്കെ, ആക്ടിവിറ്റി 1. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ആക്ടിവിറ്റി 1-ൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എത്ര മനോഹരമായ ഒരു ദിവസം. ചിത്രം മഴയത്ത് ഒരാൾ കുടയും പിടിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസ് യഥാർത്ഥത്തിൽ ഫിഗർ ഓഫ് സ്പീച്ചിൽ ഫ്രേസ് നമ്മൾ ഒരു വെർബൽ ഐറണി ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. സെറ്റ് ഓൺ എ റെയിനി ഗ്ലൂമി ഡേ. കാരണം ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ റെയിനി ഗ്ലൂമി ഡേ. ഒരു ഇരുണ്ട കാർമേഘം നിറഞ്ഞ മഴയുള്ള ഒരു ദിവസത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അത് വൗ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ സെറ്റ് ഓൺ എ റെയിനി ഗ്ലൂമി ഡേ. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് ഈ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു വെർബൽ ഐറണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഡിഡ് യു നോട്ടീസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദി ക്യാപ്ഷൻ. ഡിഡ് യു നോട്ടീസ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എ മിസ്മാച്ച് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദി ക്യാപ്ഷൻ. ഈ ക്യാപ്ഷനും അതുപോലെ തന്നെ ഈ ചിത്രവും തമ്മിൽ മിസ്മാച്ച് ആവുന്നു. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ബിലോ. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും വാട്ട് ഈസ് ദി ഐഡിയ കൺവേഡ് ഇൻ ദി ലൈൻ ഗിവൺ ബിലോ. വീണ്ടും താഴെ ഒരു സെൻസ് തന്നിരിക്കുന്നു. ഇത് നമ്മളുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സെൻസ് ആണ്. അതായത് മാർക്ക് ആന്റണിയുടെ സ്പീച്ചാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസിന്റെ സ്വഭാവം നമുക്കറിയാം. പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് പറയുന്നത് ഹി വാസ് അംബീഷ്യസ്. ഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ജൂലിയസ് സീസർ വാസ് അംബീഷ്യസ്. എന്നിട്ട് സീസറെ ഇവിടെ പുകഴ്ത്തുകയാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. അവിടെ ഒരു സർക്കാസം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റ് ഫസ്റ്റ് മാർക്ക് ആന്റണി ട്രൈഡ് ടു പ്രൈസ് ബ്രൂട്ടസ്. ആദ്യം ബ്രൂട്ടസിനെ പുകഴ്ത്തുകയാണ് മാർക്ക് ആന്റണി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? മാർക്ക് ആന്റണി യഥാർത്ഥത്തിൽ ബ്രൂട്ടസിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റൻസ് ഒരു വെർബൽ ഐറണിക്ക് ഉദാഹരണമാണ്. ദി യൂസ് ഓഫ് വേർഡ്സ് ടു മീൻ സംതിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് ഈസ് സെറ്റ്. അതാണ് വെർബൽ ഐറണി എന്ന് പറയുന്നത്. അതായത് പറയുന്നതിന് വിപരീതമായ ഒരു തോന്നൽ നമ്മളുടെ മനസ്സിലേക്ക് വരുത്തുക, അല്ലെങ്കിൽ പാരഡോക്സ്. Apart from verbal irony, there are many other poetic devices in the speech which enhance its appeal. ഈ ആദ്യത്തെ ഒരു ഉദാഹരണം വെർബൽ ഐറണിയെ കൂടാതെ തന്നെ പലതരത്തിലുള്ള പോയറ്റിക് ഡിവൈസസ് ഓർ റിട്ടോറിക് ഡിവൈസസ് ഇവിടെ ഈ സ്പീച്ചിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു 10 എണ്ണം. മെറ്റഫർ, അലിട്രേഷൻ, ഐറണി, ഹൈപ്പർബോള, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, റെപ്പറ്റീഷൻ, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹൗ ഡു ദേ എൻഹാൻസ് ദി ഇഫക്റ്റ് ഓഫ് ദി സ്പീച്ച്. യു മേ ആൾസോ റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് യുവർ ഓൺ. അത് നമ്മൾ ദാറ്റ് ഈസ് ആൾറെഡി ഡൺ. നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് പോയറ്റിക് ഡിവൈസ്, റെപ്പറ്റീഷൻ, മെറ്റഫർ, അലിട്രേഷൻ, ഐറണി, ഹൈപ്പർബോള, റിട്ടോറിക് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഡെഫിനിഷനും ടെക്സ്റ്റിൽ വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ, റെപ്പറ്റീഷന് റിപ്പീറ്റിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ്. മെറ്റഫർ, കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ്. Alliteration, repetition of the same sound at the beginning of consecutive words. Irony, the use of words to express something other than their literal meaning. Then hyperbola, exaggeration. Rhetoric question, a question that does not require an answer as it is obvious. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റിലെ
ആ ടെക്സ്ച്വൽ എക്സാമ്പിൾസ് ലൈൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. കം ടു ദി ബ്ലാക്ക് ബോർഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു വെർബൽ ഐറണിക്ക് ഉദാഹരണമാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ സെയ്സ് ഓൺ എ റെയിനി ഗ്ലൂമി ഡേ. അത് പറയുന്നത് അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്തത് ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്. ബ്രൂട്ടസ് പറയുന്നു അയാൾ എന്താണ്, അത്യാഗ്രഹിയാണ് അല്ലെങ്കിൽ ഒരു അമിത മോഹിയാണ് എന്ന് പറയുന്നു. ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്, അതിമോഹിയാണെന്ന് പറയുന്നു. ഇനി ഹി വാസ് ആൻ ഓണറബിൾ മാൻ. അപ്പോൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് വെർബൽ ഐറണി എന്ന് പറയാം. വീണ്ടും ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആദ്യത്തേത് വെർബൽ ഐറണിക്ക് എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. രണ്ടാമത് റെപ്പറ്റീഷൻ എക്സാമ്പിൾ ആണ്. ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്, ഇത് ടെക്സ്റ്റിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് എടുക്കുമ്പോൾ അത് റെപ്പറ്റീഷൻ വരുന്നു. Then you all did love him once, not without cause. To reinforce his argument, where there is love, there must be mourning. അതായത് ജൂലിയസ് സീസർ മരിച്ചു കിടക്കുമ്പോൾ അവിടെ കൂടിയ റൊമൻസ്, ഫ്രണ്ട്സ് ആൻഡ് കൺട്രിമെൻ, ഈ ആളുകൾ അല്ലെങ്കിൽ റോമൻ ജനത ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താൻ തയ്യാറാകാതെ നിന്നപ്പോൾ മാർക്ക് ആന്റണി പറയുന്നതാണ് എന്ത്, യു ആൾ ഡിഡ് ലവ് ഹിം വൺസ്, ഒരിക്കൽ അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും സ്നേഹിച്ചു, നോട്ട് വിതൗട്ട് കാസ്, കാരണം കൂടാതെ, ടു റീഇൻഫോഴ്സ് ഹിസ് ആർഗ്യുമെന്റ്, ഇതിനെ വീണ്ടും ഒന്ന് പുനഃസ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. വേർ ദർ ഇസ് ലവ് ദർ മസ്റ്റ് ബി മോർണിംഗ്. അവിടെ അതൊരു മെറ്റഫറാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫറാണ്. മെറ്റഫർ യു നോ എന്താ മെറ്റഫർ എന്ന് പറഞ്ഞാൽ? Metaphor is a figure of speech that may be a verb, a phrase or a word. ഒന്നുകിൽ അതൊരു ഫ്രേസ് അല്ലെങ്കിൽ അതൊരു വേർഡ് ആണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടു കമ്പയർ ടു ഡിസിമിലർ തിങ്സ്, രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺലൈക്ക് തിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി. വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്, ലൈക്കും ആസും ഉപയോഗിക്കാതെ തന്നെ രണ്ട് ഡിസിമിലർ തിങ്സിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് മെറ്റഫർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏതൊക്കെയാണ്? യു ആൾ ഡിഡ് ലവ് ഹിം, ലവ് എന്ന് പറയുന്നതാണ് ഒരു വസ്തുത. രണ്ടാമത്തതോ വിത്തൗട്ട് കാസ്, കാസും ലവും, ഇവിടെ അതാണ് കമ്പാരിസന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് മെറ്റഫർ. ഇനി അടുത്തതിലേക്ക് പോയാലോ? മൈ ഹേർട്ട് ഈസ് ഇൻ ദി കഫിൻ ദെയർ വിത്ത് സീസർ, എൻ്റെ ചങ്ക്, എൻ്റെ ഹൃദയം, മൈ ഹാർട്ട് ഈസ് ഇൻ ദി കൊഫിൻ ദെയർ, ആ കൊഫിനിലാണ്. ദെയർ എവിടെയാണ്? കൊഫിൻ, ആ മേശയുടെ മുമ്പിൽ നിന്നാണ്. അതായത് ജൂലിയസ് സീസറെ കിടത്തിയിരിക്കുന്ന മേശക്കരികിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അവിടെ ആ ശവപ്പെട്ടിക്കുള്ളിലാണ് എൻ്റെ ഹൃദയവും എന്നാണ് പറയുന്നത്. ദെയർ വിത്ത് സീസർ, സീസറോടൊപ്പം. ആൻഡ് ഐ മസ്റ്റ് പാസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ, ഇത് ആത്മാവ് എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നവരെ ഞാനിത് അല്പനേരം നിർത്തുന്നു. പാസ് മീൻസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നു. ഐ മസ്റ്റ് പാസ്, എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് വേണം. ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ, എൻ്റെ ഹൃദയം തിരിച്ച് ആ പെട്ടിയിൽ നിന്ന് എന്നിലേക്ക് വരുന്നത് വരെ. ഇവിടെ ഒരു ഹൈപ്പർബോളയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. ഹൈപ്പർബോള മീൻസ് എക്സാജറേഷൻ ആണ്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഐ ടോൾഡ് യു എ മില്യൺ ടൈംസ്, ഐ ടോൾഡ് യു മെനി ടൈംസ് അല്ല, ഐ ടോൾഡ് യു എ മില്യൺ ടൈംസ്. അപ്പോൾ ഒരു 10 ലക്ഷം പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു എക്സാജറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർബോളയാണ്. ഇവിടെയും ലൈക്ക് ദാറ്റ്. മൈ ഹാർട്ട് ഈസ് ഇൻ ദി കഫിൻ, അവിടെ മാർക്ക് ആന്റണിയുടെ ഹൃദയം ഒരിക്കലും കഫിനിലല്ലല്ലോ. അപ്പോൾ ആ ഒരു എക്സാജറേഷൻ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് ഹൈപ്പർബോള, അതാണ് അവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്. ദെൻ ഡിഡ് ദിസ് ഇൻ സീസർ സെയിം അംബിഷ്യസ്, ഡിഡ് ദിസ് ഇൻ സീസർ സെയിം അംബിഷ്യസ്, ഇത് കാണിക്കുന്നത് സീസർ അതിമോഹിയാണെന്നായിരുന്നോ അല്ലെങ്കിൽ അതാണോ കാണിക്കപ്പെടുന്നത്? സീ മീൻസ് ഡിഡ് പ്ലസ് സീം, സീംഡ്. അപ്പോൾ അദ്ദേഹം അതിമോഹിയാണെന്നാണോ കാണിക്കുന്നത്? അതൊരു റിട്ടോറിക് ക്വസ്റ്റ്യൻ. റിട്ടോറിക് ക്വസ്റ്റ്യൻ ഒറേഷനിൽ ഉപയോഗിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിട്ടോറിക് ക്വസ്റ്റ്യൻ ആണ് ഈ സെന്റൻസ് എന്ന് പറയുന്നത്. ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് വി ഹാവ് സീൻ വെർബൽ ഐറണി ആൻഡ് എക്സാമ്പിൾ, then repetition,
then metaphor, then hyperbola and rhetoric question. One more thing, ഒന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതാണ് അലിട്രേഷന് ഉദാഹരണം. അലിട്രേഷൻ, so are they all honorable men? So are they all honorable men? ഇവിടെ അലിട്രേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? അലിട്രേഷൻ റെപ്പറ്റേഷൻ ഓഫ് ദി സെയിം സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് കോൺസിക്യൂട്ടീവ് വേർഡ്സ്. ഇവിടെ കോൺസിക്യൂട്ടീവ് വേർഡ്സിൽ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് അലിട്രേഷൻ. അപ്പോൾ അലിട്രേഷൻ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്, റിപ്പറ്റേഷൻ ഓഫ് ദി സെയിം സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് കോൺസിക്യൂട്ടീവ് വേർഡ്സ്. ഇവിടെ ഓൾ എ, അതുപോലെ ഓണറബിൾ മാൻ എന്ന് പറയുമ്പോഴും ആപ്പിൾ, ഓണറബിൾ, ഓൾ ഇതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടെസ്റ്റിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. Then come to another. Analyze Mark Antony's use of rhetorical devices. അത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. Analyze Mark Antony's use of rhetorical devices. These are the rhetorical devices used by Mark Antony in his speech, funeral speech or oration. ആ ടെക്നിക്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെ ടെക്നിക്സ്? റെപ്പറ്റീഷൻ, മെറ്റഫർ, അലിട്രേഷൻ, ഐറണി, ഹൈപ്പർബോള, rhetorical questions. Then in his speech and observe how this helped him manipulate the crowd's emotions. ഇത് അവിടെ കൂടിയ ആ റോമൻകാരെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും കൺട്രിമെൻ നാട്ടുകാരെയും ഒക്കെ എങ്ങനെയാണ് അവരിൽ ഉണ്ടാക്കിയ വികാരം. ഇപ്പോൾ ഒരു പ്രസംഗത്തിന് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയെ തന്നെ, അല്ലെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര സമരത്തിന് തന്നെ വഴിയൊരുക്കി ഒരു പ്രസംഗം. അതാണ് പ്രസംഗത്തിൻ്റെ പ്രത്യേകത. ആളുകളെല്ലാം ഇമോഷണലായി. പിന്നെ പറയാൻ നൗ പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദി സ്പീച്ച് ദാറ്റ് ഈസ് ഗോൺ ടു യു ദി സ്റ്റുഡൻസ് യു മസ്റ്റ് ഡു. ആക്ടിവിറ്റി 2 വരുന്നു. ഫ്രണ്ട്സ്, റൊമൻസ്, കൺട്രിമെൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സ്പീച്ചസ് ഇൻ ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ചരിത്രത്തിലെ, ലോകചരിത്രത്തിലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ശക്തിയുറ്റ, എല്ലാവരെയും സ്വാധീനിക്കുന്ന സ്പീച്ചുകളിൽ ഒന്നാണ് ഈ മാർക്ക് ആന്റണിയുടെ സ്പീച്ച്. അവിടെ ഫ്രണ്ട്സ്, റൊമൻസ്, കൺട്രിമെൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഫ്രണ്ട്സ്, റിപ്പീറ്റ് ചെയ്യുന്നു. റൊമൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. കൺട്രിമെൻ അത് യഥാർത്ഥത്തിൽ ഒരു റിതമിക് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ റെപ്പറ്റേഷൻ ഓഫ് ആർ ആൻഡ് സി സൗണ്ട്സ് ക്രിയേറ്റ്സ് എ റിതമിക് ഇഫക്റ്റ്, മേക്കിംഗ് ദി സ്പീച്ച് മോർ മെമ്മറബിൾ. സ്പീച്ച് കൂടുതൽ മെമ്മറബിൾ ആക്കി തീർക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പാസിട്ടുള്ള ഫ്രണ്ട്സ്, റൊമൻസ്, കൺട്രിമെൻ ആ റെപ്പറ്റേഷൻ.